Next topic, data processing. Any manipulation of data such as arithmetic operation, classifying, sorting, etc. is called data processing. Data processing is the collection and manipulation of items of data to produce meaningful information. The data processing involves various processes like validation, sorting, summarizing, aggregation, അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് പറഞ്ഞാക്കുന്നത്. അതായത് എനി മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ, അതായത് ഡാറ്റയിൽ നടത്തുന്ന എന്തൊരു മാനിപ്പുലേഷനും, എക്സാമ്പിൾ പറയേണ്ട അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആകാം, അല്ലെങ്കിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യണതാകാം, സോർട്ടിംഗ് ആകാം, ഇതിനെ എല്ലാത്തിനും നമുക്ക് എന്ത് പറയാം, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. ഇനി എൻ്റെ ഡെഫിനേഷൻ വന്നാക്കിന് ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് ദ കളക്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഐറ്റംസ് ഓഫ് ഡാറ്റ ടു പ്രൊഡ്യൂസ് മീനിങ് ഇൻഫോർമേഷൻ. അതായത് ഡാറ്റ കളക്ട് ചെയ്തിട്ട്, അതായത് ഡാറ്റ ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു മീനിങ് ആയിട്ടുള്ള ഇൻഫോർമേഷനാക്കി മാറ്റുന്നതിന്, നമുക്കറിയാം ഡാറ്റ എന്ന് വെച്ചാൽ മീനിങ്ലെസ് ആണ്, റോ ഫാക്ട്സ് ആണ്. അപ്പോൾ ആ ഡാറ്റേനെ പല സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു മീനിങ് ഇൻഫോർമേഷനാക്കി മാറ്റുന്നതിന് എന്ത് പറയാം നമുക്ക്, അതായത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. അപ്പോൾ ഏത് ഡെഫിനേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകിൽ എന്ത് പറയാം, എനി മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ സച്ച് ആസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ക്ലാസിഫൈയിങ്, sorting is called data processing എന്ന് പറയാം. അതല്ലെങ്കിൽ data processing is the collection and manipulation of items of data to produce meaningful information എന്ന് പറയാം. ഇനി പറഞ്ഞാക്കുന്നത് ഈ ഡാറ്റ പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് വേരിയസ് പ്രോസസ്സ്, അതായത് പലതരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട് ഡാറ്റ പ്രോസസ്സിങ്ങിൽ. ഏതൊക്കെയാണ്? വാലിഡേഷൻ, സോർട്ടിംഗ്, സമ്മറൈസിങ്, അഗ്രിഗേഷൻ, അനാലിസിസ്, റിപ്പോർട്ടിംഗ്. ഇതെല്ലാനും ഡാറ്റ പ്രോസസ്സിങ്ങിൽ ഇൻവോൾവ് ചെയ്താക്കണ വേരിയസ് പ്രോസസ്സാണ്. ഇനി ഡാറ്റ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ആണ്. ആസ് മെൻഷൻ എബോവ്, ഡാറ്റ പ്രോസസ്സിംഗ് റിഫേഴ്സ് ടു ദ മെത്തേഡ്സ് ദാറ്റ് ടേക്ക് ദ റോ data and convert it into useful information to effectively take decision. അതിൻ്റെ നേരത്തെ മോളി പറഞ്ഞ പോലെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ റോ ഡാറ്റേനെ നമ്മൾ യൂസബിൾ ഇൻഫോർമേഷനാക്കി മാറ്റുകയാണ്. എന്തിനാണ് അങ്ങനെ മീനിങ് ഇൻഫോർമേഷനാക്കി മാറ്റുന്നത്? ഒരു നമുക്കൊരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ. ഇൻ ഏർലിയർ ഡേയ്സ് ദ ഡാറ്റ പ്രോസസ്സിംഗ് വാസ് ഡൺ മാനുവലി. അതായത് പണ്ട് എന്തായിരുന്നു, ഡാറ്റ പ്രോസസ്സിംഗ് മാനുവലി ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് സോർട്ടിങ്ങും അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യും, ഡാറ്റ കളക്ഷനും അതുപോലെ തന്നെ അനാലിസിസും റിപ്പോർട്ടും അതെല്ലാവരും മാനുവലി ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നൗ ഇറ്റ് ഈസ് ഡൺ ബൈ കമ്പ്യൂട്ടേഴ്സ്. ഫോളോയിങ് ആർ സം ദ മെത്തേഡ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇപ്പോൾ താഴെ പറഞ്ഞാക്കുന്നത് ചില ഡാറ്റ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ആണെന്ന്. അപ്പോൾ ഒന്നാമത്തേത് ബാച്ച് പ്രോസസ്സിംഗ്, രണ്ടാമത്തേത് റിയൽ ടൈം പ്രോസസ്സിംഗ്, തേർഡ് വൺ ഡാറ്റ മൈനിങ്, ഫോർത്ത് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ്. ഇപ്പോൾ ബാച്ച് പ്രോസസ്സിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാച്ച് പ്രോസസ്സിംഗ് ഈസ് ദ ബേസിക് ഫോം ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ബേസിക് ഫോമിനെയാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ ബിസിനസ് എൻ്റർപ്രൈസ് ഹാസ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ വിച്ച് റിക്വേഴ്സ് ഓൺലി ബേസിക് പ്രോസസ്സിംഗ്. കണ്ടപ്പോൾ ഈ ബാച്ച് പ്രോസസ്സിംഗ് നമ്മൾ എപ്പോഴാണ് നടത്തുന്നത്? അത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലും ബാച്ച് പ്രോസസ്സിംഗ് നടത്താറുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ ബ്രാഞ്ച് ഓഫ് റീറ്റെയിൽ ഷോപ്പ് ഫോർ എക്സാമ്പിൾ can batch process all the transaction at the end of each day and send the result to head office. അതൊരു റീറ്റെയിൽ ഷോപ്പിൽ ആ ഡേയുടെ എൻഡിൽ അന്ന് നടന്ന എല്ലാ ട്രാൻസാക്ഷനും അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് ആ ഡേ എൻഡിൽ അന്ന് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നു, എത്ര രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നു എന്നൊക്കെ നമുക്ക് ഓരോ ദിവസത്തിൻ്റെയും എൻഡിങ്ങിൽ നമുക്ക് അയച്ചു കൊടുക്കുക ഹെഡ് ഓഫീസിലേക്ക്. അതുമല്ലെങ്കിൽ നമുക്ക് വീക്കിലി വീക്കെൻഡിൽ നമുക്ക് ആ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. അതുമല്ലെങ്കിൽ നമുക്ക് മന്ത്ലി അയച്ചു കൊടുക്കുക. ഇങ്ങനെ ബാച്ചായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബാച്ച് പ്രോസസ്സിംഗ്. അപ്പോൾ ആ എക്സാമ്പിളും കൊടുക്കുക. അതായത് റീറ്റെയിൽ ഷോപ്പിൽ ആ ഡേ എൻഡിൽ ഡീറ്റെയിൽസ് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നത് എക്സാമ്പിളായിട്ട് കൊടുക്കുക ബാച്ച് പ്രോസസ്സിങ്ങിൻ്റെ. അപ്പോൾ ബാച്ച് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ അതായത് ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ബേസിക് ഫോമാണ് ഈ ഡാറ്റ പ്രോസസ്സിങ്ങിൽ. ബാച്ച് പ്രോസസ്സിങ്ങിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്, ഡാറ്റ ഈസ് പ്രോസസ്ഡ് ഇൻ ബാച്ചസ് ഓർ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പായിട്ടും ബാച്ചസ് ആയിട്ടായിരിക്കും ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനെയാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ ഓർക്കുക, ബാച്ച് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ബാച്ചായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുന്നു. അതായത് ഒന്നുകിൽ വീക്കെൻഡിൽ, അതല്ലെങ്കിൽ ഓരോ ഡേ എൻഡിൽ, അതുമല്ലെങ്കിൽ മന്ത്ലി ആയിട്ട്. ഇപ്പോൾ ഡാറ്റനെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരുമിച്ച് ആ ഡാറ്റ അയച്ചു കൊടുക്കുന്നു. അതിനെയാണ് ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് റിയൽ ടൈം പ്രോസസ്സിംഗ്.
റിയൽ ടൈം പ്രോസസ്സിംഗ് ഈസ് ഡൺ എക്സാക്ട്ലി അറ്റ് ദ ടൈം when the transaction is done. കണ്ട, ഇത് അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. ഇത് എപ്പോഴാണോ എന്താണ്, അതായത് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്താണ്, അറ്റ് എ ടൈമിൽ തന്നെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ എന്താണ്, അതായത് ഡാറ്റ പ്രോസസ്സ് ചെയ്യണം. ദർ ആർ സർട്ടൻ കേസസ് ഇൻ ബാച്ച് പ്രോസസ്സിംഗ് ഈസ് നോട്ട് യൂസ്ഫുൾ. അതായത് ചില കേസിൽ എന്താണ് നമുക്ക് ബാച്ച് പ്രോസസ്സിംഗ് യൂസ്ഫുൾ ആകില്ല എന്ന്. പിന്നെ കസ്റ്റമർ വിഡ്രോ മണി ഫ്രം ATM, ദ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഹാസ് ടു ബി ഡൺ റിയൽ ടൈം. അതായത് ഒരു കസ്റ്റമർ എന്താണ് ATM-ൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ATM-ൽ പോയിട്ട് നമ്മൾ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ ദിവസം ലാസ്റ്റ് അല്ലെങ്കിൽ ആ വീക്കെൻഡിലെല്ലാം നമുക്ക് മെസ്സേജ് വരുന്നത്. നമ്മൾ എപ്പോഴാണോ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യണത് അപ്പം തന്നെ നമുക്ക് എന്താണ് ഇത്ര എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് എന്താണ് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജ് വരില്ല. അങ്ങനെ റിയൽ ടൈം ആയിട്ട് അപ്പം തന്നെ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് പോയിൻ്റാണ് റിയൽ ടൈം പ്രോസസ്സിംഗ് ഈസ് ഡൺ എക്സാക്ട്ലി അറ്റ് ദ ടൈം വെൻ ദ ട്രാൻസാക്ഷൻ ഈസ് ഡൺ. അപ്പോൾ അത്രയാണ് പോയിൻ്റ്. അപ്പോൾ അറ്റ് എ ടൈമിൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോസസ്സ് ചെയ്യണതിനാണ് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ATM-ൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്ന കാര്യം എടുക്കാം. വെൻ ബാച്ച് പ്രോസസ്സിംഗ് ഈസ് done for large volume of data at pre-defined timings. അപ്പോൾ ബാച്ച് പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഒന്നും കൂടെ പറയുകയാണ്. ബാച്ച് പ്രോസസ്സിങ് എന്താണ്, ലാർജ് വോളിയം ഓഫ് ഡാറ്റയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് പ്രീ ഡിഫൈൻഡ് ടൈമിംഗ് ഉണ്ട്. അതായത് പ്രീ ഡിഫൈൻഡ് ടൈമിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഡേ എൻഡിലായിരിക്കും ഒരുമിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് അയക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് വീക്ക് എൻഡിലായിരിക്കും ആ വീക്കിൽ എല്ലാ ഡാറ്റാസും ഒരുമിച്ച് കളക്ട് ചെയ്ത് ഹെഡ് ഓഫീസിലേക്ക് അയക്കണത്. അല്ലെങ്കിൽ എന്താണ് മന്ത്ലി ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രീ ഡിഫൈൻഡ് ടൈമിംഗ് നമ്മൾ നേരത്തെ ടൈം സെറ്റ് ചെയ്യണം. റിയൽ ടൈം പ്രോസസ്സിംഗ് ഈസ് ഡൺ ഫോർ സ്മോളർ വോളിയം ഓഫ് ഡാറ്റ ആൻഡ് ഇസ് ഡൺ കണ്ടിന്യൂസ്ലി. അതേസമയം ഇപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ റിയൽ ടൈം പ്രോസസ്സിങ്ങിൽ എന്താണ് സ്മോളർ വോളിയം ഓഫ് ഡാറ്റ വരുമ്പോഴാണ് എന്താണ് റിയൽ ടൈം പ്രോസസ്സിങ് ചെയ്യണത്. അത് എന്താണ് അപ്പം തന്നെ ആയിരിക്കും അതിൻ്റെ എന്താണ് ഡാറ്റ ഉടനെ തന്നെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്ന്. അപ്പോൾ അതാണ് റിയൽ ടൈം പ്രോസസ്സിങ്. ഇനി നെക്സ്റ്റ് ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് ഓർ ഐഡൻറ്റിഫൈയിങ് പാറ്റേൺ ഇൻ ലാർജ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. അപ്പോൾ അതാണ് പോയിൻ്റ്. എന്താണ് ഡാറ്റ മൈനിങ് എന്ന് വെച്ചാൽ എന്താണ് ഒരു പ്രോസസ്സാണ്. അതായത് നമ്മളെന്താണ് ഒരു പാറ്റേൺ ലാർജ് വോളിയം, അത് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് വരുന്ന എന്താണ് ഡാറ്റയിൽ നിന്ന് ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡിസ്കവർ ചെയ്തിട്ട് നമ്മളെന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരണം. ആ കൺക്ലൂഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് നിന്ന് മനസ്സിലാകും. ജനറലി സോഴ്സസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ആർ കമ്പൈൻഡ്. അതായത് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് വരുന്ന സോഴ്സ് കമ്പൈൻ ചെയ്തിട്ട് അനലൈസ് ചെയ്യുക ആൻഡ് ചെക്ക്ഡ് ഫോർ കോറിലേഷൻ. എക്സാമ്പിൾ, എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് മേ അനലൈസ് ഡാറ്റ കസ്റ്റമേഴ്സ് പർച്ചേസസ് ആൻഡ് ഡിസ്കവർ ദാറ്റ് കസ്റ്റമർ ഹൂ ബൈ റൈസ് ഓഫൺ ബൈ ബനാന വിത്ത് ഇറ്റ്. അപ്പോൾ എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ എന്താണ് അവർ ഈ ഡാറ്റ മൈനിങ് നടത്തിയപ്പോൾ അവർ അനലൈസ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ, അതായത് റൈസ് വാങ്ങിക്കുന്ന ഒരു മിക്കവരും എന്താണ് ബനാനയും കൂടെ വാങ്ങിക്കുന്നുണ്ട്. ദ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ക്യാൻ യൂസ് ദിസ് ഇൻഫോർമേഷൻ ടു ഇൻക്രീസ് സെയിൽസ് ബൈ പ്ലേസിങ് ബനാന നിയർ ടു റൈസ്. അപ്പോൾ അങ്ങനെ എന്താണ് അവരൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തത്, റൈസ് വാങ്ങിക്കുന്ന ഒരു മിക്കവരും ബനാന വാങ്ങിക്കേണ്ടത് ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകാർ എന്ത് ചെയ്ത് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്ലേസിങ് ബനാന, ഇത് റൈസും ബനാനയും അടുത്തടുത്ത് വെച്ചു. അങ്ങനെ എന്താണ് അവരുടെ സെയിൽ ഇൻക്രീസ് ചെയ്തു. ദേ ക്യാൻ ഓൾസോ ഡിസ്കവർ വിച്ച് പ്രൊഡക്റ്റ് സെൽസ് മോർ ആൻഡ് വിച്ച് സെൽസ് ലെസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ എന്താണ് ഡാറ്റ മൈനിങ് നടത്തി കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റാണോ കൂടുതൽ വിൽക്കുന്നത്, ഏത് പ്രൊഡക്റ്റാണ് കുറച്ച് പോകുന്നതെന്നൊക്കെ അവർക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് ഡാറ്റ മൈനിങ് എന്ന് വെച്ചാൽ എന്താണ് ഡിസ്കവറിങ് ഓർ ഐഡൻറ്റിഫൈയിങ് എ പാറ്റേൺ ഇൻ ലാർജ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ് കേട്ടോ. അതായത് ഒരു ഡാറ്റയിൽ എന്താണ് ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് എന്താണ് ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കുന്നു. ദേ ക്യാൻ ഓൾസോ ഡിസ്കവർ വിച്ച് പ്രൊഡക്റ്റ് സെൽസ് മോർ ആൻഡ് വിച്ച് സെൽസ് ലെസ് എക്സെട്ര. ആൻഡ് ഫോർത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് അഡ്വാൻസ്ഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. അത് പോയിൻ്റാണ് അണ്ടർലൈൻ ചെയ്യുക. അതായത് ഇവിടെ എന്ന് വെച്ചാൽ എന്താണ് ഒരു അഡ്വാൻസ്ഡ് അനാലിസിസ് ആണ് ഡാറ്റയുടെ. എ കമ്പനി ദാറ്റ് ഹാസ് മേജർ റഷ് ഇൻ ദെയർ സ്റ്റോഴ്സ് ഓൺ സാറ്റർഡേ മൈ ഡു പ്രോസസ്സിംഗ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ഡിറ്റർമൈൻ ദ എഫക്റ്റ് ഓഫ്
of each variable. The result of such processing can be used to determine the cause of the rush. This is advanced and involves application of statistical methods to derive meaningful conclusion. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറിൽ സാറ്റർഡേയിൽ ഭയങ്കര റഷാണെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ സാറ്റർഡേയിൽ ഇത്ര തിരക്ക് വരാൻ കാരണം, അപ്പോൾ അവർ പല പല ടൂൾസ് വെച്ചിട്ട് അത് സർവേ ഒക്കെ നടത്തി പല പല ടൂൾസിലൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ അവർ കണ്ടെത്തി എന്തുകൊണ്ടാണ് സാറ്റർഡേയിൽ ഇത്ര റഷ് വരാൻ കാരണമെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. ദിസ് ഈസ് അഡ്വാൻസ്ഡ് ആൻഡ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു ഡിറൈവ് മീനിങ്ഫുൾ കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ഒരു മീനിങ്ഫുൾ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരണം. ഇന്നത് കൊണ്ടാണ് സാറ്റർഡേസിൽ ഇത്ര റഷ് വരാൻ കാരണം. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ അവർക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാം. സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാം, പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അവർ മോണിറ്റർ ചെയ്യണം. അതായത് മോണിറ്റർ ചെയ്തിട്ട് ഒരു അപ്രോപ്രിയേറ്റ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ലാസ്റ്റ് പോയിൻ്റ് മാത്രം മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് അഡ്വാൻസ്ഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ദിസ് ഈസ് അഡ്വാൻസ്ഡ് ആൻഡ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു ഡിറൈവ് മീനിങ്ഫുൾ കൺക്ലൂഷൻ. അതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, ആ സാറ്റർഡേയിൽ റഷ് വരാനുള്ള കാരണം അവർ കണ്ടുപിടിച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് അതനുസരിച്ചിട്ട് അവർ സെയിൽ ഇൻക്രീസ് ചെയ്യാമെന്നുള്ള കാരണം പറയാമെന്ന്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഡാറ്റ മാനിപ്പുലേഷൻ, അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ക്ലാസിഫയിങ്, സോർട്ടിങ്, അതിനെല്ലാത്തിനെയും നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. ദെൻ മെത്തേഡ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ മെയിനായിട്ട് 4 എണ്ണമാണ് വന്നത്. ബാച്ച് പ്രോസസ്സിംഗ്, റിയൽ ടൈം പ്രോസസ്സിംഗ്, ഡാറ്റ മൈനിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ്. ബാച്ച് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ബാച്ചായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുന്നു. ഇപ്പോൾ ലാർജ് വോളിയം ഓഫ് ഡാറ്റ വരുമ്പോഴാണ് നമ്മൾ ബാച്ച് പ്രോസസ്സിംഗ് നടത്തുന്നത്. എക്സാമ്പിൾ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ എക്സാമ്പിൾ. ദെൻ റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ ബാങ്കിൽ നിന്ന് മണി വിഡ്രോ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരുന്നു. അതായത് എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോൾ തന്നെ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നതാണ് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ. ദെൻ ഡാറ്റ മൈനിങ് എന്ന് വെച്ചാൽ അതായത് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് വരുന്ന ലാർജ് വോളിയം ഓഫ് ഡാറ്റയിൽ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ഒരു പാറ്റേൺ ഡിസ്കവർ ചെയ്തിട്ട് അതിലൂടെ അവർ ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞേക്കണത് റൈസ് ബനാന, അതായത് ആ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിലൂടെ അവർക്ക് ഡിസ്കവർ വിച്ച് പ്രൊഡക്റ്റ്, ഏത് കമ്പനിക്കായാലും ഏത് പ്രൊഡക്റ്റാണോ കൂടുതൽ വിൽക്കുന്നത്, ഏത് പ്രൊഡക്റ്റാണോ കുറവ് വിൽക്കുന്നതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഡാറ്റ മൈനിങ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻവോൾവ് ചെയ്തിട്ട് ഡാറ്റേനെ അനലൈസ് ചെയ്തിട്ട് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിംഗ്.